എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കുന്നത്. പരിപ്പും താളും കൂടി നമുക്ക് തേങ്ങ അരച്ച് വയ്ക്കാം. ഓക്കെ, ഇതാണ് താള് ഞാൻ കണ്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ ഈ തൊലി ഇങ്ങനെ എടുത്ത് കളയുവാണ്. ഇത് കട്ട് ചെയ്യുക. ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞ് കഴുകി എടുത്ത് ഞാൻ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി നീളത്തിലാണ് ഇത് കട്ട് ചെയ്ത് ഇടേണ്ടത് കേട്ടോ. അത് ഇങ്ങനെ കുറച്ച് നീളം കുറഞ്ഞു. അപ്പം നമ്മൾ താള അരിഞ്ഞ് പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പരിപ്പ് കഴുകി വേവിക്കാൻ വയ്ക്കുവാണേ. അപ്പം പരിപ്പ് സെപ്പറേറ്റ് വയ്ക്കുന്നില്ല, പരിപ്പും താളും എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. കഴുകി വെച്ച പരിപ്പ് നമുക്കത് വേവിച്ചെടുക്കാവേ. അപ്പോൾ കുക്കറിനകത്തിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. നമ്മൾ ഇതെല്ലാം കണ്ടിച്ച് വെച്ചിരിക്കുന്ന താളും എല്ലാം കൂടി ഇട്ടിട്ട് കുക്കറിൽ നമുക്കൊരു 2-3 വിസിൽ ആകുമ്പോൾ എടുക്കാം. കുറച്ച് വെള്ളം വേവിക്കാൻ വെച്ചിട്ടുണ്ട്, വേവിട്ട് കേട്ടോ. നമുക്ക് ഇനി ഇതിൻ്റെ അരപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മുളക് പൊടി ഒരു ശകലം ചേർത്താൽ മതിയാവും. അപ്പോൾ തേങ്ങ അരച്ച് വയ്ക്കുന്നത് കൊണ്ട്. പിന്നെ മല്ലിപ്പൊടി നമുക്ക് 1 സ്പൂൺ ഇട്ടാം. മഞ്ഞൾപ്പൊടി നമുക്കൊരു 1/2 ടീസ്പൂൺ ഇട്ടാൽ. അപ്പം ഇത്രയുമാണ് ചേർത്തിട്ട് നമുക്കത് അരച്ചെടുക്കാവേ. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാവേ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ നന്നായിട്ട് ചൂടായി വന്നു. നമ്മൾ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ചു. നമുക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. കറിവേപ്പില ചെറുതായിട്ട് ഇട്ട് കൊടുക്കണം. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന താളിലോട്ടൊക്കെ നമുക്കിതൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്തു. ഇനി നമുക്ക് അടുപ്പേ വെച്ച് നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ താളും പരിപ്പും കറി റെഡി ആയിട്ടുണ്ട്.